ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞു. റിസൾട്ട് എല്ലാം വന്ന് നിങ്ങളെല്ലാവരും ഒരു ആകാംക്ഷയിലിരിക്കുവാണ്. അതായത് നിങ്ങൾ ഇനി +1 +2 ഏത് കോഴ്സ് എടുക്കും, സയൻസ് എടുക്കുമോ, കൊമേഴ്സ് എടുക്കുമോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് കുറേ ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്ഷണൽ പേപ്പേഴ്സ്? ഫസ്റ്റ് വൺ ആണ് മാത്സ്, ദെൻ പിന്നെ സെക്കൻഡ് വൺ ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, തേർഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ ഫോർത്ത് വൺ ഈസ് പൊളിറ്റിക്കൽ സയൻസ്. ഈ 4 നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ഓപ്ഷണൽ പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷണൽ പേപ്പേഴ്സ് എടുക്കാനുള്ള ബെനിഫിറ്റ്സുകൾ എന്താണ്? ഫസ്റ്റ് വൺ പറയുകയാണ് മാത്സ് വിത്ത് കൊമേഴ്സ്. മാത്സ് ഓപ്ഷണൽ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ +1 +2 കഴിഞ്ഞ് നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോവുകയാണ്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ CA CMA പോലത്തുള്ള പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫൗണ്ടേഷൻ പേപ്പറിൽ വരുന്ന ഒരു ഐറ്റമാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സിലൊരു അടിത്തറ എന്താണ് നിങ്ങൾക്ക് അവിടെ +1 +2 കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത് വരികയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ നാളെ ഈ +1 +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ചിന്ത വരികയാണ്, എനിക്കിപ്പോൾ ആപ്പ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുണ്ട്, BCA. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബേസ് ആയിട്ടാണെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, വെബ് ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ്, ഡേറ്റാബേസ് ലാംഗ്വേജിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുന്നതാണ് +1 +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ദെൻ തേർഡ് വൺ ഈസ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നിങ്ങൾക്ക് ഭാവിയിലാണെങ്കിൽ ഒരു PSC, SSC അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സിവിൽ സർവീസ് എക്സാംസിനൊക്കെ ഒരു ബേസ്, ഒരു അടിത്തറ ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷണൽ പേപ്പറാണ് ഈ പറഞ്ഞ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയും. ലാസ്റ്റ് വൺ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു അനലിറ്റിക്കൽ സ്റ്റഡീസിനും മറ്റു നമ്മുടെ കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള ഒരു ബെറ്റർ ജോബ് തരുന്ന ഒരു കോഴ്സാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു കോഴ്സുകളാണ് ഈ പറഞ്ഞ 4 ഓപ്ഷണൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ പിന്നെ മാത്സ്. അപ്പോൾ ഇതിൽ മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സബ്ജക്റ്റ് അല്ല, കാരണം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് CAയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ ആരും ഒരു ഫോഴ്സ്ഫുള്ളിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ നിർബന്ധ പ്രകാരം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കരുത്. അപ്പോൾ മാത്സ് എടുക്കണോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കണോ, ദെൻ പിന്നെ മറ്റേ പൊളിറ്റിക്കൽ സയൻസ് എടുക്കണോ, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ CA ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ CA അല്ലെങ്കിൽ നിങ്ങൾ CA ഫോക്കസ്ഡ് പോകണമെങ്കിൽ മാത്സ് എടുക്കണം, നിർബന്ധമൊന്നുമില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ സ്റ്റാറ്റിസ്റ്റിക്സോ പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും CAയിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ബേസ് കിട്ടണമെങ്കിൽ എന്താണ് മാത്സ് വിത്ത് കൊമേഴ്സ് എടുക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാം, ദെൻ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം, ഏത് വേണം എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്താണ് ഓരോ ഓപ്ഷണൽ പേപ്പേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.